എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോളാർ പവർ പ്ലാന്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പോണൻസും അവയുടെ ഫങ്ഷൻസും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന്. ലക്ഷ്യം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. 1. സോളാർ പവർ പ്ലാന്റ് സന്ദർശിച്ച് ഡീറ്റെയിൽസ് ഇന്റർപ്രറ്റ് ചെയ്യുവാൻ. 2. സോളാർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ട്രേസും ഐഡന്റിഫൈയും ചെയ്യുവാനും അവയുടെ പ്രവർത്തനങ്ങൾ എഴുതുവാനും. 3. സോളാർ പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം തയ്യാറാക്കുവാനും വരയ്ക്കുവാനും. ട്രെയിനീസ് അടുത്തുള്ള സോളാർ പവർ പ്ലാന്റ് സന്ദർശിച്ച് അവർക്ക് പവർ സ്റ്റേഷന്റെ പലതരം എക്യുപ്മെന്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ പ്ലാന്റ് എഞ്ചിനീയറിൽ നിന്ന് ഓരോ എക്യുപ്മെന്റിന്റെയും ഫങ്ഷൻസ് പഠിക്കാനും സാധിക്കും. പവർ സ്റ്റേഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ട്രെയിനികൾ പ്ലാന്റ്സ് ഏരിയാസിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സേഫ്റ്റി റൂൾസും റെഗുലേഷൻസും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുക, പവർ ലൈൻസ് അല്ലെങ്കിൽ സോളാർ പവർ പ്ലാന്റ്സ് പാനൽസ് ഒന്നും തന്നെ സന്ദർശിക്കാതിരിക്കുക മുതലായവ. നമുക്ക് സോളാർ എനർജിയെ കുറിച്ച് ചർച്ച ചെയ്യാം. പ്രധാന പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലൊന്ന് സൂര്യനാണ്. സൂര്യപ്രകാശവും ചൂടും പിടിച്ചെടുക്കുകയും പലതരത്തിലുള്ള ഊർജമായി രൂപാന്തരപ്പെടുകയും ചെയ്യും. സോളാർ പാനലുകൾ എന്നറിയപ്പെടുന്ന ഫോട്ടോ വോൾട്ടേക് PV സെല്ലുകളിലൂടെ സൂര്യപ്രകാശത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് സൗരോർജം. ഫോട്ടോ വോൾട്ടേക് സെൽ എന്താണ് അർത്ഥമാക്കുന്നത്? സാധാരണയായി സോളാർ സെൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഫോട്ടോ വോൾട്ടേക് PV സെൽ സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന ഒരു നോൺ മെക്കാനിക്കൽ ഡിവൈസാണ്. സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് സിലിക്കൺ. ഇത് ഇന്ന് വിൽക്കുന്ന മോഡലുകളുടെ ഏകദേശം 95% പ്രതിനിധീകരിക്കും. ഒരു സെമി കണ്ടക്ടർ പദാർത്ഥം ഒരു ഫോട്ടോ വോൾട്ടേക് സെല്ലിൽ സൂര്യൻ പുറത്തുവിടുന്ന ഫോട്ടോണുകൾ പിടിച്ചെടുക്കാനും അവയെ ഇലക്ട്രോൺ പ്രവാഹമാക്കി മാറ്റാനും ഉപയോഗിക്കും. സൗരവീകരണം വഹിക്കുമ്പോൾ ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന പ്രാഥമിക കണങ്ങൾ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഫോട്ടോണുകൾ PN ജംഗ്ഷനിൽ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ അടിക്കുമ്പോൾ ജംഗ്ഷൻ തകർന്ന് ഇലക്ട്രോണുകൾ പുറത്തുവരാൻ തുടർന്ന് ലോഡിലേക്ക്. സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് സോളാർ സെല്ലിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 1. സോളാർ പ്ലാന്റ് സന്ദർശിച്ച് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ നോട്ട് ചെയ്യുക. പ്ലാന്റിന്റെ ശേഷി 648 MW, ഔട്ട്പുട്ട് വോൾട്ടേജ് 400 kV, അനുവദനീയമായ പരമാവധി ലോഡ് സർക്യൂട്ട് 1500 ആംപിയർ. സ്റ്റെപ്പ് 2. ആ സോളാർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ട്രേസും ലൊക്കേറ്റും ചെയ്യുക. ടോട്ടൽ സോളാർ പാനൽ ഏരിയ 2500 acres. മെത്തേഡ് ഓഫ് മൗണ്ടിംഗ് പാനൽസ്. ഏറ്റവും മികച്ച സോളാർ പാനൽ പെർഫോമൻസ് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നതിന് മോഡ്യൂളുകൾ തെക്ക് അഭിമുഖമായി ഒരു കോണിൽ സ്ഥാപിക്കുന്നു. ഭൂമിയിൽ ഘടിപ്പിച്ച സോളാർ പവർ പ്ലാന്റുകൾ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിന് സമാനമായി പ്രവർത്തിക്കുന്നു. ഒരു വൈദ്യുത ചാർജ് സൃഷ്ടിക്കുന്നതിനായി സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയും തുടർന്ന് അത് കണ്ടക്റ്റീവ് വയറുകൾ വഴി ഇൻവെർട്ടറിലേക്ക് മാറ്റുകയും ചെയ്യും. ഗ്രൗണ്ട് മൗണ്ടഡ് പാനൽസിൽ സൂര്യപ്രകാശം പരമാവധി എക്സ്പോഷർ ചെയ്യുന്നതിനായി ടിൽറ്റ് ആംഗിളും ഓറിയന്റേഷനും ഉപയോഗിച്ച് സ്ട്രക്ചർ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കും. കൺട്രോളർ സർക്യൂട്ട്സ്. പാനലിലെ സിലിക്കോണും കണ്ടക്ടറും സൂര്യപ്രകാശത്തെ DC ആക്കി മാറ്റും. അത് ഇൻവെർട്ടറിലേക്ക് ഒഴുകുന്നു. വൈദ്യുതി ആവശ്യകതകൾ AC-യിൽ ആയതിനാൽ ഇൻവെർട്ടർ DC-യെ AC-യിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഒരു മോഡ്യൂളിനെ ബാറ്ററിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഒരു ചാർജ് കൺട്രോളറും അതിനിടയിൽ ഒരു ON ചാർജ് റെഗുലേറ്ററും ഉപയോഗിക്കുന്നു. AC അപ്ലയൻസസ് പ്രവർത്തിക്കുവാൻ മോഡ്യൂൾ, ബാറ്ററി, ഇൻവെർട്ടർ എന്നിവ ആവശ്യമാണ്. അതിനാൽ മോഡ്യൂൾ ഒഴികെയുള്ള മുഴുവൻ സിസ്റ്റത്തിന്റെ ബാലൻസും എന്നറിയപ്പെടും. MPPT കൺട്രോളർ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. പരമാവധി പവർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്രിഫ്റ്റിംഗ് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് ഹ്രസ്വകാല സ്കെയിലിൽ പ്രവചനാതീതമാണ്. ഈ കൺട്രോളർ സോളാർ പാനലുകളിലെ ഏറ്റവും ഉയർന്ന എനർജി എഫിഷ്യൻസി അനുപാതത്തിൽ നിലനിർത്തും. ബാറ്ററി സിസ്റ്റം ഇൻസ്റ്റാൾഡ്.
സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി സംഭരിക്കാൻ സോളാർ സിസ്റ്റത്തിൽ ബാറ്ററി ഉപയോഗിക്കുന്നു. സോളാർ പാനലുകൾ ലോഡുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ പകൽ സമയത്ത് സോളാർ സ്ഥിരമായി ഉയർന്നതും രാത്രിയിൽ താഴ്ന്നതും ആയിരിക്കണമെന്നില്ല. അതിനാൽ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ പവർ ഇംപീഡൻസും സംഭരിക്കുകയും രാത്രിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങളുടെ സോളാർ പാനലുകൾ വേണ്ടത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാത്ത സമയങ്ങളിൽ, രാത്രികൾ, മേഘാവൃതമായ പാനലുകൾ, വൈദ്യുതി മുടക്കം എന്നിവ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ആ സംഭരിച്ച ഊർജം ഉപയോഗിക്കാം. സോളാർ പാനലുകൾ കമ്പനികൾ ലിഥിയം അയൺ ബാറ്ററി സൃഷ്ടിപ്പെടുന്നു. കാരണം അവയ്ക്ക് കൂടുതൽ ഊർജം സംഭരിക്കാനും മറ്റ് ബാറ്ററികളെക്കാൾ കൂടുതൽ ഊർജം നിലനിർത്താനും ഡിസ്ചാർജിന്റെ ഉയർന്ന ഡെപ്ത് ഉള്ളതുകൊണ്ടുമാണ്. DC AC ഇൻവെർട്ടർ കപ്പാസിറ്റി. സോളാർ പാനലുകൾ DC ജനറേറ്റ് ചെയ്യുന്നു. അതേസമയം വീടുകളും വ്യവസായങ്ങളും പ്രാഥമികമായി AC ഉപയോഗിക്കുന്നു. അങ്ങനെ ഇൻവെർട്ടറുകൾ സൗരോർജത്തെ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു രൂപമാക്കി മാറ്റും. രണ്ട് പ്രധാന തരം ഇൻവെർട്ടേഴ്സ് ഉണ്ട്. സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ്, സെൻട്രൽ ഇൻവെർട്ടേഴ്സ് എന്നും അറിയപ്പെടുന്നു. പിന്നെ മൈക്രോ ഇൻവെർട്ടേഴ്സ്. ഒരു വലിയ തോതിലുള്ള യൂട്ടിലിറ്റി പ്ലാന്റിലോ മിഡ് സ്കെയിൽ കമ്മ്യൂണിറ്റി സോളാർ പ്രൊജക്ടിലോ എല്ലാ സോളാർ പാനലും ഒരൊറ്റ സെൻട്രൽ ഇൻവെർട്ടറിൽ ഘടിപ്പിച്ചേക്കാം. സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ് ഒരു കൂട്ടം പാനലുകൾ ഒരു സ്ട്രിംഗ് ഒരു ഇൻവെർട്ടറുമായി ബന്ധിപ്പിക്കുന്നു. ആ ഇൻവെർട്ടർ മുഴുവൻ സ്ട്രിംഗും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ AC ആയി മാറ്റും. ചിലവ് കുറഞ്ഞതാണെങ്കിലും അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ സെറ്റപ്പ് സ്ട്രിംഗിലെ പവർ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് കാരണമാകും. എല്ലാ പാനലിലും സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ഇൻവെർട്ടേഴ്സ് ആണ് മൈക്രോ ഇൻവെർട്ടേഴ്സ്. ഒരു മൈക്രോ ഇൻവെർട്ടർ ഉപയോഗിച്ച് ഷെയ്ഡിംഗ് അല്ലെങ്കിൽ ഒരു പാനലിന് കേടുപാടുകൾ വരുത്തുന്നത് മറ്റുള്ളവരിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന ശക്തിയെ ബാധിക്കില്ല. പക്ഷേ മൈക്രോ ഇൻവെർട്ടറുകൾ കൂടുതൽ ചിലവേറിയതായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ പാനൽ ടു ഗ്രിഡ് കണക്ഷൻസ്. ഗ്രിഡ് പവർ AC രൂപത്തിലാണ്. ഗ്രിഡിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യണമെങ്കിൽ ഗ്രിഡിന്റെ പവർ പോലെ സോളാർ പ്ലാന്റുകളുടെ ഔട്ട്പുട്ട് ആവശ്യമാണ്. ഈ സിസ്റ്റത്തിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും വോൾട്ടേജും ഗ്രിഡിന്റെ ഫ്രീക്വൻസിയും വോൾട്ടേജുമായി പൊരുത്തപ്പെടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. കൂടാതെ വൈദ്യുതി നിലവാരം ഗ്രിഡ് നിലവാരം നിലനിർത്തും. സ്റ്റെപ്പ് 3. വിതരണത്തിനായുള്ള പ്ലാന്റിന്റെ ദൈനംദിന ശരാശരി പവർ ഔട്ട്പുട്ട് നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 4. സോളാർ പാനലുകളുടെ സ്പെസിഫിക്കേഷൻസ് നോട്ട് ചെയ്യുക. മേക്ക്, വോൾട്ടേജ് റേറ്റിംഗ്സ് മുതലായവ. ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ട് DC, മാക്സിമം ഔട്ട്പുട്ട് കറന്റ് 9 amperes DC, മാക്സിമം ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 180 ഡിഗ്രി ഫാരൻഹീറ്റ്. ടൈപ്പ് പോളിക്രിസ്റ്റലിൻ മേക്ക്. സ്റ്റെപ്പ് 5. പരമാവധി ഔട്ട്പുട്ടിനായി നൽകിയിട്ടുള്ള ട്രാക്കിംഗ് സിസ്റ്റംസ് മെത്തേഡ് നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 6. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സെൽസിന്റെ സംരക്ഷണം നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. ഇൻസ്റ്റാൾ ചെയ്ത സെൽസ് ഗ്രൗണ്ട് ലെവലിൽ ആണോ എലിവേറ്റഡ് ആണോ എന്ന് നോട്ട് ചെയ്യുക. സ്റ്റെപ്പ് 8. മാർഗനിർദ്ദേശം അനുസരിച്ച് സോളാർ പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു സോളാർ പവർ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സും അവയുടെ ഫങ്ഷൻസും എങ്ങനെ ട്രേസും ഐഡന്റിഫൈയും ചെയ്യാതെ. ഒപ്പം തന്നെ സോളാർ പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം എങ്ങനെ തയ്യാറാക്കുകയും വരയ്ക്കുകയും ചെയ്യാമെന്ന്. നന്ദി. ഒരു ശുഭദിനം ആശംസിക്കുന്നു.